ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റിയിലോട്ട് പോവാ. അപ്പം നിങ്ങളും കൂടെ വാ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിറ്റിയിലേക്ക് പോകാനായിട്ട് മെട്രോ എടുത്താണ് പോകുന്നത്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ മെട്രോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ വരും. അപ്പോൾ ഈ ഒരു വ്ളോഗിൻ്റെ ആദ്യത്തെ പോർഷൻ മൊത്തം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം ആ സമയത്തൊന്നും ഞാൻ ലൈവായിട്ട് ഒന്നും സംസാരിച്ചില്ലായിരുന്നു, ജസ്റ്റ് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിഡ്നിയുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമുക്കിവിടെ ട്രെയിനുണ്ട്, മെട്രോ ഉണ്ട്, പിന്നെ ലൈറ്റ് റെയിലുണ്ട്, പിന്നെ ബസ്സുണ്ട്. നമ്മുടെ അവിടെ മെട്രോ ആട്ടോ. അപ്പോൾ അത്ര അടിപൊളിയാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. എല്ലാവരും തന്നെ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മളിതാ സെൻട്രൽ സ്റ്റേഷനെത്തി. അപ്പോൾ അതാ കാണുന്നതാണ് രേണു, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഡിസൈനർ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ മെട്രോ ഇറങ്ങി നമ്മൾ സെൻട്രലിലെത്തി. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ട്രെയിൻ കയറിയിട്ട് റെഡ്ഫേൺ ഇറങ്ങുകയാണ് പരിപാടി. എന്നിട്ട് അവിടെയാണ് നമ്മൾ പോകാനുള്ള ഡിസൈനർ മാർക്കറ്റ്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ സിഡ്നിയുടെ ട്രെയിൻസ്. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഉള്ള ട്രെയിൻസ്. കണ്ടു, ഇങ്ങനെ ഡബിൾ ഡെക്കറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി റെഡ്ഫേൺ എത്തി. എന്നിട്ട് ഇവിടുന്ന് കാരേജ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് ഉണ്ട്. അവിടെ എല്ലാ സാറ്റർഡേയ്സും ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത്തവണ ഈ ഒരു സാറ്റർഡേ സൺഡേ, എനിക്കൊന്ന് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഡിസൈനർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. 230 ഡിസൈനേഴ്സ് ഉള്ള ഒരു ഡിസൈനർ മാർക്കറ്റാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ തുള്ളിച്ചാടി പോകുന്നത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തണുപ്പും എന്നാൽ അങ്ങനെ ഭയങ്കര തണുപ്പൊന്നുമില്ല. ജാക്കറ്റൊന്നും ഇല്ലാണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നല്ലൊരു പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അതാ നമ്മൾ കാരേജ് വർക്ക്സിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമ്മൾ ടിക്കറ്റ്സ് നമ്മൾ ഓൾറെഡി നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രീപെയ്ഡ് ടിക്കറ്റ്സ് ആണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കാണിച്ച് ഡിസൈനർ മാർക്കറ്റിൽ നമ്മളെത്തി. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 230ഓളം ഡിസൈനേഴ്സ് ഉള്ള ഒരു ഡിസൈനർ മാർക്കറ്റാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു എക്സാമ്പിൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഓരോരോ ഡിസൈനേഴ്സ് ആയിരിക്കും. ഇവർ ഒന്നെങ്കിൽ ഹാൻഡ് പിക്ക് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഇവർ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. കൂടുതലും ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഈ വിൽക്കുന്ന ആൾക്കാർ തന്നെ ഉണ്ടാക്കുന്നതോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാട്ടോ. കണ്ടിട്ടും തീരാത്ത അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പോസ്റ്റ് കാർഡ്സ്, പിന്നെ ഇത് ടീ ടവൽസ്, പിന്നെ ജേർണൽസിനുള്ളത്, പിന്നെ സ്റ്റിക്കേഴ്സ്, പിന്നെ ഇതൊരു ഡോഗിൻ്റെ ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ അവിടെ കോളേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഡ്രസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും ഞാൻ കണ്ടത് ക്രോക്കറി ആട്ടോ. എല്ലായിടത്തും ക്രോക്കറി ഉണ്ടായിരുന്നു. ഇത് വേറെ ടൈപ്പ് ഡ്രസ്സസ്. ഇതാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ക്രോക്കറി. ഇങ്ങനത്തെ എൻ്റെ പൊന്നെ എന്തോരം സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു എന്നറിയാം. എവിടെ തിരിഞ്ഞാലും നല്ല ക്യൂട്ട് യുണീക്കായിട്ടുള്ള ക്രോക്കറിയും അല്ലാണ്ടുള്ള കുഞ്ഞു ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. ഹാറ്റ്സിൻ്റെ ഉള്ളതുണ്ട്. പിന്നെ കുറേ ആർട്ടിസ്റ്റുകൾ പെയിൻറ്റിങ്സിൻ്റെ ഷോപ്പുണ്ടായിരുന്നു. പോസ്റ്റേഴ്സിൻ്റെ ഷോപ്പുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഓടി നടന്ന് എല്ലാം മേടിക്കാൻ തോന്നും കേട്ടോ. കണ്ടില്ല എന്ത് ഭംഗിയാണ് നോക്ക്. അപ്പം ഞാൻ രേണു എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒന്നും ആദ്യം മേടിച്ചില്ല. കാരണം നമ്മൾ ആദ്യം മേടിക്കും, കാണുമ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനുമേ അവിടെ അതിലും നല്ലതുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാവുമല്ലോ. പിന്നെ അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിനേക്കാട്ടിലും കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഹാൻഡ് പിക്ഡ് ആണ്, അല്ലെങ്കിൽ ഇവർ തന്നെ പേഴ്സണലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഇവർ തന്നെ അത്രയും അറ്റൻഷൻ കൊടുത്ത് ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി കുറച്ച് കാശ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഈ ഡോള് ഇവിടുന്ന് മേടിക്കുന്നതും പുറത്തുനിന്ന് മേടിക്കുന്നതും ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെയുള്ള സാധനങ്ങൾ കുറച്ചും കൂടി യുണീക്കാണ്. ഈ ഒരു സ്റ്റോറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് ഇൻസ്റ്റയിൽ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ്. അപ്പം ഞാനും രേണു എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇങ്ങനത്തെയൊക്കെ ഒരു മാർക്കറ്റ് എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നും. അപ്പം ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണുമ്പോൾ മേടിക്കാൻ തോന്നുന്ന സാധനങ്ങൾ പോലും ഞങ്ങൾ മേടിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചു ഒരു 230ഓളം സ്റ്റോഴ്സ് ഉണ്ടല്ലോ, എല്ലാം നടന്ന് കാണാം. എന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ലെയിൻ നമുക്ക് തോന്നുകയാണ്, അയ്യോ ആ കടയിലുള്ള സാധനം
എനിക്ക് മേടിച്ചാൽ കൊള്ളായിരുന്നു എന്ന് നമ്മുടെ മനസ്സിൽ അപ്പോഴും അത് തങ്ങി നിൽക്കുകയാണെങ്കിൽ വിൽ ഗോ ബാക്ക് ആൻഡ് ബൈ, അങ്ങനെ ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാശ് ലാഭിച്ചു എന്ന് തന്നെ പറയട്ടോ. ഞങ്ങൾ അത്രയും സ്പെഷ്യലായിട്ട് തോന്നിയ ചില സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. അതും ലാസ്റ്റ് നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ എത്തിയപ്പോഴാണ് നമുക്ക് തോന്നിയത് ഓക്കെ എനിക്ക് ആ സാധനം വേണം എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോയി മേടിക്കുന്ന പോലെ. എസ്പെഷ്യലി ഇത്രയും നല്ലൊരു ഡിസൈനർ സ്റ്റോറി ഡിസൈനർ മാർക്കറ്റ് വരുമ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കാണുന്ന, രണ്ടാമത് കാണുന്ന, മൂന്നാമത് കാണുന്ന സ്റ്റോറിനൊക്കെ അതും ഇതുമൊക്കെ മേടിച്ച് കുറേ കാശ് പോകും. അപ്പം നമ്മൾ ഭയങ്കര സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ, എന്നാൽ എല്ലാം നമ്മൾ എൻജോയ് ചെയ്യുകയും ചെയ്തു. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേനും കുറേ ഇങ്ങനത്തെ ഈറ്റബിൾ സാധനങ്ങളുടെ സ്റ്റോൾസ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ടേസ്റ്റൊക്കെ ചെയ്തിട്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ മാർക്കറ്റിൽ, ഇങ്ങനത്തെ ഡിസൈനർ മാർക്കറ്റ്സാണ്, അല്ലാണ്ട് ഫാമേഴ്സ് മാർക്കറ്റും അങ്ങനത്തെ ഫ്ലീ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. യൂഷ്വലി ഇവിടുത്തെ സിഡ്നിയിലെ മിക്ക മാർക്കറ്റ്സിലും ചില വീക്കെൻഡ്സൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു സിറ്റിയെ നമുക്ക് പെട്ടെന്ന് കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത്. ഫാമേഴ്സ് മാർക്കറ്റിലാണെങ്കിൽ നല്ല വെജിറ്റബിൾസ് കിട്ടും, പിന്നെ അല്ലാണ്ടുള്ള ഫ്ലീ മാർക്കറ്റ്സ് ആണെങ്കിൽ നല്ല ക്യൂറേറ്റഡ് അല്ലെങ്കിൽ യുണീക്ക് ഐറ്റംസ് ഒക്കെ കിട്ടും. എന്നാൽ ഒത്തിരി കാശ് കൊടുത്തിട്ട് നമ്മൾ വലിയ ഡിസൈനർ ഐറ്റം മേടിക്കുന്നതിനേക്കാളും നമുക്കൊരു മെമ്മറി ആയിരിക്കും, ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഇന്ന മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് ഇന്നതെന്ന് പറഞ്ഞ് യുണീക്കായിട്ടുള്ള സാധനങ്ങൾ കിട്ടും. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും നമ്മൾ കാണുന്നതെല്ലാം ആൽക്കഹോളിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല മോക്ടെയിൽസും കോക്ടെയിൽസും അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിരുന്നു ഈ സൈഡിൽ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഭാഗത്ത് മൊത്തം ഫുഡും. അപ്പോൾ ആൾക്കാർ ഫുഡൊക്കെ മേടിച്ചിട്ട് കഴിക്കാനിരിക്കുന്നു. അപ്പോൾ ആക്ച്വലി ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാരേജ് വർക്ക്സിൻ്റെ സ്ഥലത്താണ് ഈ ഒരു മാർക്കറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് പണ്ട് ഇത് വർക്ക്ഷോപ്പോ അങ്ങനെ എന്തോ ആയിരുന്ന ഒരു സ്ഥലമാണ്, ഒരു വലിയൊരു ഷെഡ് പോലെയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ മാർക്കറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞ് ഇവൻറ്റ്സൊക്കെ വരാറുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു പിസ്സ മേടിച്ചു, എന്നിട്ട് അത് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡിസേർട്ട്, ഒരു ആപ്പിൾ ക്രംബിളുടെ ഒരു സാധനം മേടിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ നമ്മൾ അടുത്ത ട്രെയിൻ എടുത്തിട്ട് നമ്മൾ പോകുന്നത് മെക്കറി ചെയറിൻ്റെ അങ്ങോട്ടാട്ടോ, സിറ്റിയുടെ വേറൊരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് ട്രെയിൻ എടുത്ത് മാർട്ടിൻ പ്ലേസിലാണ് ടൗൺ ഹാളിലാണ് ഇറങ്ങേണ്ടത്. പക്ഷെ ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു ഞങ്ങൾ ഇറങ്ങിയത് വിന്യാർഡിലായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ അവിടുന്ന് അടുത്ത ട്രെയിൻ പിടിച്ച് തിരിച്ച് നമ്മൾ ടൗൺ ഹാളിൽ ഇറങ്ങി. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ നടന്ന് മെക്കറീസ് ചെയർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ്. അത് റോയൽ ബൊട്ടാണിക് ഗാർഡൻ്റെ അകത്താണ്. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. സമയം എനിക്ക് തോന്നുന്നു 5 മണിയോ 6 മണിയോ എങ്ങാണ്ടോ ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നടക്കുക കേട്ടോ നമ്മൾ. ഇപ്പം ഈ കാണുന്നത് സിഡ്നിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഡ്നി ഇരിക്കുന്ന സ്റ്റേറ്റ് NSW, ന്യൂ സൗത്ത് വെയിൽസ്. അപ്പോൾ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ആർട്ട് ഗാലറിയാണ് ഈ കാണുന്നത്. നമ്മൾ ഡിസൈനർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ട്രെയിനൊക്കെ പിടിച്ച് കുറച്ച് സമയമുണ്ട്. നമ്മൾ അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? ഡാർലിംഗ് ഹാർബറിൽ അല്ലേ? ഡാർലിംഗ് ഹാർബറിൽ പോയിട്ട് ഡ്രോൺ ഷോ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അതിന് സമയം എത്ര മണിക്കാ? 7:30. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട്. 5:30 എങ്ങാണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വെറുതെ ചുറ്റിക്കറങ്ങി അരമണിക്കൂർ നടന്ന് ഞങ്ങള് മെക്കറി ചെയറിൽ പോയിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടി പോവാ. സണ്ണ് ഓൾമോസ്റ്റ് സെറ്റായി, എന്നാലും കുഴപ്പമില്ല. അരമണിക്കൂർ അങ്ങോട്ട് പോയി നടന്ന് അവിടെ 10 മിനിറ്റ് നിന്നിട്ട് തിരിച്ച് അരമണിക്കൂർ നടന്ന് ഞങ്ങള് ഡാർലിംഗ് ഹാർബറിൽ പോകും. സമയം കൊല്ലാൻ വേണ്ടി പോയതാ, പക്ഷെ കുഴപ്പമില്ല, വാക്കിങ് ഇപ്പൊ സമയമില്ലാണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ റോയൽ ബൊട്ടാണിക് ഗാർഡൻ്റെ അകത്താണ് മിസ്സസ് മെക്കറി ചെയർ. അപ്പോൾ റോയൽ ബൊട്ടാണിക് ഗാർഡൻ്റെ അകത്തെത്തി. അപ്പോൾ കുറച്ചൊക്കെ കാണിച്ചു തരാം. ഈ ഒച്ച എന്താ കേൾക്കുന്നതെന്നറിയോ? കിളികളാണ്, കൊക്കട്ടുവാണ്. ഓസ്ട്രേലിയൻ കൊക്കട്ടൂസിൻ്റെ ഒച്ചയാണ് ഇത്. എന്ന് പറഞ്ഞുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മെക്കറി ചെയറിൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറ ഹൗസിൻ്റെയും ഡാർലിംഗ് ഹാർബറിൻ്റെയും നല്ല വ്യൂ ഉണ്ടാവേ. എൻ്റെ വ്ളോഗ് നേരത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കഴിഞ്ഞ വർഷം അശ്വിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പിക്നിക്ക് സെറ്റപ്പ് ചെയ്തൊക്കെ ഇവിടെയാണ്. അപ്പോൾ
ആ സ്ഥലത്ത്. ഇപ്പൊ സൺസെറ്റ് കഴിഞ്ഞു, പക്ഷെ സ്റ്റിൽ ആ സൺസെറ്റിന്റെ ഒരു വ്യൂ ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. കാണിച്ചു തരാം. രേണു പറയായിരുന്നു ഈ വ്യൂ ആണ് കൂടുതലും മറ്റേ ഗൂഗിൾ ചെയ്താൽ കാണുന്ന സിഡ്നി. അതെ അതെ, ഗൂഗിൾ ചെയ്ത് കാണുന്ന സിഡ്നി ഇതാണ്. ഹാർബർ ബ്രിഡ്ജും ഓപ്പറ ഹൗസും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. അന്ന് അശ്വിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ അവിടെ പിക്നിക് സെറ്റപ്പ് ചെയ്തപ്പോഴും ഇതേപോലെ ഒരു ബോട്ട് പാർട്ടിങ് ആയിരുന്നു. അപ്പൊ ഭയങ്കര ഒച്ചയായിരുന്നു. ഒരുപാട് ഒച്ചയല്ല, എന്നാൽ ഈ ഒരു ഒച്ച ഒരു വൈബ്. കുറച്ച് നേരത്തെ ഇവിടെ പോലെ ലൈറ്റ് കണ്ടോ? ഈ സൈഡിൽ കണ്ടു ഞാൻ. ഇതാണ് നല്ല വ്യൂ. ഹാർബർ ബ്രിഡ്ജിന്റെയും ഓപ്പറ ഹൗസിന്റെയും ആ വ്യൂ ഉണ്ടല്ലേ പുറയിൽ ഇപ്പോഴും. രേണു പറയുന്നത് കറക്റ്റാ. ഈ ഗൂഗിളിൽ സിഡ്നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം അല്ല, ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് എടുത്ത പിക്ചേഴ്സാണ് കൂടുതൽ നമ്മൾ അവിടെ ആൾക്കാർ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യുന്ന വഴിയാണിത്. പിന്നെ അപ്പുറത്ത് ലോണുണ്ട്, അപ്പം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അവിടെയാണ് അന്ന് അശ്വിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പിക്നിക്ക് ചെയ്തത്. പിന്നെ ഇവിടെ ഈ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ അല്ലാണ്ട് തന്നെ കുറേ നടന്ന് കാണാനുള്ള കുറേ സ്പേസ് ഉണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല ഭംഗിയാട്ടോ കാണാൻ. സിറ്റി ലൈറ്റ്സ് വന്ന് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. ഓപ്പറ ഹൗസ് അപ്പം ലിറ്റപ്പ് ചെയ്യും, ഹാർബർ ബ്രിഡ്ജ് ലിറ്റപ്പ് ചെയ്യും. എന്നിട്ട് ആ ഒരു സൺസെറ്റിൻ്റെ ഹ്യൂവിൽ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും. ഞങ്ങൾ പോയ സമയത്ത് വാട്ടർ ഇച്ചിരി ചോപ്പി ആയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ബോട്ടിൽ, മറ്റേ ഈ എയർ നിറച്ചിട്ടുള്ള ബോട്ടിൽ, പിന്നെന്താ പറയുന്നത് എനിക്കറിയത്തില്ല, അതിൽ 2 പേര് വിത്ത് ഒരു പട്ടി. എന്നിട്ട് അതിലെ അവർ ഈ ലെഫ്റ്റ് സൈഡിലോട്ടാണ് അവർ പോകുന്നത്. അത് അങ്ങനെ വരാൻ പറ്റുമോ, ലീഗലാണോ അല്ലെങ്കിൽ അലൗഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും അവർ പോകുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അത് നോക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ നല്ല വ്യൂ ഒക്കെ കണ്ടില്ലേ. എന്നിട്ട് ഇപ്പം നോക്കുമ്പോൾ സമയമുണ്ട്. അപ്പം നേരെ നമ്മൾ ഡാർലിംഗ് ഹാർബറിലോട്ട് നടക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ബസ് കിട്ടിയാൽ നമ്മൾ ബസ്സിൽ കയറി പോവും. അല്ലാന്നുണ്ടെങ്കിൽ നടന്ന് നമ്മൾ പോകുന്നത് ഡാർലിംഗ് ഹാർബറിൽ ഡ്രോൺ ഷോ കാണാനാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇനി നമ്മൾ ഡ്രോൺ ഷോ കാണിച്ചു തരാം. ഇപ്പോൾ ഇരുട്ടായി, സമയം എത്രേ? 6:40 അല്ലേ? ഇരുട്ടായി, സൺസെറ്റ് എല്ലാം കഴിഞ്ഞു. എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റൊക്കെ വന്നു തുടങ്ങി. ഇപ്പം നമ്മൾ വന്ന വഴി തന്നെ കേട്ടോ, നമ്മൾ ആർട്ട് ഗാലറി വഴി വന്ന വഴി തന്നെയാണ്. ഇപ്പോഴാണെങ്കിൽ നല്ല ക്ലൈമറ്റാണ്, സ്പ്രിംഗ് ആണ്. അധികം ചൂടില്ല, അധികം തണുപ്പില്ല. ഇപ്പം തണുപ്പുണ്ട്. ഞങ്ങൾ ജാക്കറ്റൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയതാണ്. വൈകുന്നേരം ആയപ്പോൾ തണുപ്പുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അത്ര വലിയ മറ്റേ വിൻ്ററിൻ്റെ തണുപ്പൊന്നും അല്ല. പക്ഷെ പകലൊക്കെ നല്ല ചൂടല്ല, പകരം നല്ല ക്ലൈമറ്റാണ്. ജാക്കറ്റ് ഉണ്ട് ക്ലൈമറ്റ് അല്ല, പക്ഷെ നല്ല പ്ലസന്റ് ക്ലൈമറ്റ് ആയിരുന്നു. കത്തീഡ്രൽ ഇതാ ആണോ? നടക്കാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തി, ഹൈഡ് പാർക്കിന്റെ അവിടെ എത്തിയേ. നല്ല രസമുള്ള കുഞ്ഞ് വീടല്ല, എന്തോ ഒരു ബിൽഡിങ്. നമ്മളിപ്പോൾ തിരിച്ച് ഹൈഡ് പാർക്ക് എത്തി. ഹൈഡ് പാർക്കിൽ കണ്ടോ, ഫുള്ള് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു വൈബാണിപ്പോൾ. സ്പ്രിങ് ആയതുകൊണ്ടേ. നമ്മളിവിടുന്ന് ഈ ഡിറക്ഷൻ നോക്കാവോ? ഇനി ഇവിടെ നിന്നുള്ള ഡിറക്ഷൻ എനിക്കറിയില്ല. ഈ ഒരു സമയത്ത് എല്ലാവരും ഇവിടെ ചില്ല് ചെയ്യുന്ന, വലിയ തിരക്കൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വർത്താനം പറയുന്നു. സിഡ്നി സിറ്റിയുടെ ഒത്ത നടുക്കാണ്, പക്ഷെ ഇതിൻ്റെ അകത്ത് വേറെ ഒച്ചയും പാടും ബഹളമൊന്നുമില്ല. നല്ലൊരു ഫൗണ്ടൻ. കോയിനാണോ നോക്കുന്ന അയാള്?
സാറ്റർഡേ വൈകുന്നേരമാണ് സിഡ്നി സിറ്റി ഫുൾ ഓൺ വൈബിലുള്ള ഒരു സമയമാണ്. ഭയങ്കര ആക്റ്റീവാണ് ഈ സമയത്ത്. നമ്മളിവിടുന്ന് നേരെ നടന്ന് പോകുന്നത് ഡാർലിംഗ് ഹാർബറിലോട്ടാണ് നടന്നു പോകുന്നത്. ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ നടന്നു കഴിഞ്ഞാൽ ഡാർലിംഗ് ഹാർബർ എത്തും. പോകുന്ന വഴി മൊത്തം ഫുൾ ബ്രാൻഡഡ് ഷോപ്സൊക്കെ അപ്പുറം ഇപ്പുറമുള്ള ഒരു ലൈനിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇവിടെ എന്തോ ഒരു കോൺസേർട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചെറിയ തിരക്കൊക്കെ അവിടെ കാണുന്നുണ്ട്. നമ്മൾ നടന്നത് QVB ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടില്ലേ, ഇതാണ് ക്വീൻ വിക്ടോറിയ ബിൽഡിംഗ്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു മോളാണ്. അങ്ങനെ നമ്മൾ നടന്നതാ ഡാർലിംഗ് ഹാർബറിൻ്റെ തൊട്ടടുത്തെത്തി. ഇനി ഒരു 2 മിനിറ്റും കൂടെ നടന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഡാർലിംഗ് ഹാർബറിൻ്റെ അവിടെ എത്തും. അവിടെയാണ് ഡ്രോൺ ഷോ നടക്കുന്നത്. 7:30ക്കാണ് ഡ്രോൺ ഷോ. നമ്മളൊരു 7:20 ആയപ്പോഴത്തേനും നമ്മൾ അവിടെ എത്തി. ഈ സമയപ്പോഴത്തേന് ഇച്ചിരി തണുപ്പൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ജാക്കറ്റ് ഇല്ലായിരുന്നു, പക്ഷെ അങ്ങനെ ഭയങ്കര തണുപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്താ നമ്മൾ ഡാർലിംഗ് ഹാർബറിലെത്തി. ഡ്രോൺ ഷോ തുടങ്ങി കേട്ടോ. അപ്പോൾ ഡാർലിംഗ് ഹാർബർ സിഡ്നി സിഡ്നിയിൽ ഒരു ഇവൻ്റ് ഉണ്ട്, വിവിഡ് സിഡ്നി എന്ന് പറഞ്ഞിട്ട്. ജൂൺ-ജൂലൈ മാസത്തിൽ ഒരു 3 ആഴ്ചയോളം സിഡ്നി സിറ്റിയിൽ പല ലൊക്കേഷൻസിൽ സൗണ്ട് ആൻഡ് ലൈറ്റിൻ്റെ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ ആ സമയത്തൊരു ഡ്രോൺ ഷോ ഉണ്ട്. അത് കുറച്ച് നല്ല വലിയ ഡ്രോൺ ഷോ. കഴിഞ്ഞ വർഷം അത് ക്യാൻസൽ ആയിരുന്നു. അതിന് മുന്നത്തെ വർഷമൊക്കെ കുറച്ച് അടിപൊളി ഭയങ്കര ഫുൾ സ്കെയിൽ നല്ല വലിയൊരു ഡ്രോൺ ഷോ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയൊരു ഡ്രോൺ ഷോ ആണ്. പക്ഷെ എന്നാലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഷോ ആയിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. നന്നായിട്ട് എല്ലാവരും എൻജോയ് ഒക്കെ ചെയ്തു. ഈഗിൾ പക്ഷെ അതിൻ്റെ പുറകിലെ ഡ്രോൺ ഷോ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോകുന്ന ഒരു രംഗമായി കാണുന്നത്. കുറച്ച് സമയം ക്യൂ നിന്നിട്ടാണ് നമുക്ക് അവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റിയത് കേട്ടോ. ഇപ്പം പോയതില്ലേ, അതാണ് ട്രാം, ലൈറ്റ് റെയിൽ എന്ന് പറയും. നമ്മളിപ്പോൾ പോകുന്നത് മെട്രോ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ ബസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ഇന്നത്തെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഡ്രോൺ ഷോയും കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താനായിട്ട് പിന്നെ മെട്രോയൊക്കെ പിടിച്ച് വീട്ടിലെത്തി. സമയം ഓൾമോസ്റ്റ് 9:30 കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വിശേഷം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.